നമസ്കാരം. പിണറായി ഭരണകാലത്ത് രൂപപ്പെട്ട ഒരു പ്രത്യേകതരം സൈബർ ഗുണ്ടാ സംഘമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് PM മനോജ് ആയിരുന്നു അതിന് ചരട് വലിച്ചത്. ആ സൈബർ ഗുണ്ടാ സംഘമായിരുന്നു ഒരു പരിധിവരെ ഇടതു ഭരണത്തെ തൂത്തെറിയാൻ മുഖ്യ പങ്ക് വഹിച്ചത്. ഈ സൈബർ ഗുണ്ടാ സംഘത്തിന് മറവ് പറ്റി ചിലരെങ്കിലും ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളായി മാറി. കണ്ണൂരിലായിരുന്നു ഇക്കൂട്ടർ ഏറ്റവും അധികം അഴിഞ്ഞാടിയത്. കണ്ണിൽ ചോരയില്ലാത്ത കൊടിസുനിമാരെ പോലെയുള്ള കൊലയാളികളായിരുന്നു പാർട്ടിയുടെ സംരക്ഷണയിൽ തണലിൽ അവിടെ തടിച്ചു കൊഴുത്തതെങ്കിലും സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളും ശക്തിപ്പെട്ടു. ഇവർ കൊടിസുനിമാരെ പോലെ കൊലയാളി സംഘത്തിന്റെ ഭാഗമായിരുന്നില്ല. നേരെ മറിച്ച് സ്വർണ്ണക്കടത്തിനെയോ സ്വർണം പൊട്ടിക്കലിനെയോ സഹായിക്കുന്ന സംഘമായിരുന്നു. അതിനുവേണ്ടി അവർ അവരുടെ കരുത്ത് വേണ്ടതുപോലെ പ്രയോഗിച്ചു. സ്വർണ്ണക്കടത്തിന് വേണ്ട ഒത്താശ ചെയ്യുക, അങ്ങനെ എയർപോർട്ട് വഴി പുറത്തു വരുന്ന സ്വർണം എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക എന്നതാണ് സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ റോള്. എന്നാൽ സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ റോള് ഇങ്ങനെ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം കടത്തിക്കൊണ്ടുവരുന്നവരിൽ നിന്നും പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നതാണ്. ഈ രണ്ട് സംഘത്തെ നിയന്ത്രിച്ചിരുന്നത് കണ്ണൂരിലെ CPM തന്നെയായിരുന്നു. കണ്ണൂർ അഴീക്കോട് സ്വദേശിയായ അർജുൻ ആയങ്കി ബാലസംഘത്തിലും SFIയിലും DYFIയിലും പ്രവർത്തിച്ചു വരവേ ഈ സംഘത്തിന്റെ ഭാഗമായെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2021 മാധ്യമ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ അർജുൻ ആയങ്കിക്കെതിരെ 25 വയസ്സായപ്പോഴേക്കും അനേകം ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതിൽ മിക്കതും സ്വർണം പൊട്ടിക്കൽ കേസുകളായിരുന്നു. സ്വർണം പൊട്ടിക്കലിന് കൂട്ടുനിന്നവരുമായുള്ള ആയങ്കയുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ പലതും പുറത്തു വന്നു. എന്തായാലും തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും പാർട്ടി നേതൃത്വം തള്ളിപ്പറയുകയും ചെയ്തു. MV ജയരാജനെ പോലുള്ളവർ ആയങ്കയ്ക്കെതിരെ പച്ചയ്ക്ക് രംഗത്തെത്തി. എന്നാൽ അവരാരും CPM വിടുകയോ CPM സൈബർ ഡ്യൂട്ടി ഉപേക്ഷിക്കുകയോ ചെയ്തില്ല. ആയങ്കിമാരുടെ സൈബർ ഭീഷണികൾ ഇടയ്ക്കിടെ മാധ്യമ ശ്രദ്ധ നേടി. അങ്ങനെ 10 വർഷം കടന്നുപോയി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പിണറായി അധികാരത്തിൽ നിന്നും പുറത്താകും എന്ന സൂചനയുണ്ടാവുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് 2 ദിവസം മുമ്പ് കോതമംഗലത്തെ ഒരു റിസോർട്ടിൽ ആയങ്കിയും 9 സുഹൃത്തുക്കളും ഒരുമിച്ച് ചേരുന്നു. അവരെ കേരള പോലീസ് റിസോർട്ടിലെത്തി പിടികൂടി കരുതൽ തടങ്കലിൽ വെക്കുകയും ഹൈവേ കൊള്ളയ്ക്ക് വേണ്ടി ഒരുമിച്ചുകൂടി എന്ന തരത്തിൽ വാർത്ത പുറത്തു വരികയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മാധ്യമങ്ങളിലെല്ലാം ഒരു ഇടവേളയ്ക്ക് ശേഷം അർജുൻ ആയങ്കിക്കെതിരെ വീണ്ടും വാർത്തകൾ നിറയുന്നു. സംരക്ഷിക്കാൻ പാർട്ടിയോ പോലീസോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവർ പിന്നീട് എത്തപ്പെടുന്നു. എന്നാൽ ഇപ്പോഴിതാ അർജുൻ ആയങ്കി രംഗത്ത് വന്നിരിക്കുന്നു. താൻ നിരപരാധിയാണെന്നും നിരപരാധിയെ തന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത പോലീസിനെ വെറുതെ വിടില്ല എന്നും അതിശക്തമായ താക്കീത് നൽകിയാണ് അർജുൻ ആയങ്കി രംഗത്ത് വന്നത്. ഒരു സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ തങ്ങളെ ബോധപൂർവം കെണിവെച്ച് വീഴ്ത്തിയ പോലീസ് ഓഫീസറെ വെറുതെ വിടില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അർജുൻ ആയങ്കി. ഇപ്പോൾ അർജുൻ ആയങ്കിയുടെ ഭയപ്പെടുത്തുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: കോതമംഗലം സർക്കിൾ ഏമാന് ഒരു മനസ്സു തുറന്ന കത്ത്. ആമുഖമായി തന്നെ പറയട്ടെ, നിനക്ക് പറ്റിയ പണി പോലീസല്ല, മേലുദ്യോഗസ്ഥന് വീട്ടിലെ പട്ടിയെ കുളിപ്പിക്കലും പരിപാലിക്കലും പട്ടി വിശ്രമിക്കുന്ന വേളയിൽ പട്ടിയുടെ ഡ്യൂട്ടി ഏറ്റെടുത്ത് ചെയ്യുകയെന്നതുമാണ്. പ്രമോഷനും പ്രശസ്തിക്കും വേണ്ടി മേലുദ്യോഗസ്ഥൻ തൊലിച്ചു തരുന്നത് എന്തും വിഴുങ്ങുകയും കുനിഞ്ഞു നിൽക്കുകയും വേണ്ടി വന്നാൽ സ്വന്തം ഭാര്യയെയും പെങ്ങളെയും വരെ കാഴ്ചവെക്കാനും മടിക്കാത്ത നിന്നെപ്പോലുള്ള നാറികളാണ് ആ സേനയുടെ അപമാനം. നിന്റെ മേലുദ്യോഗസ്ഥനെ പെണ്ണുകൂട്ടി കൊടുക്കുന്ന റോയൽ പിമ്പിന് നിന്നേക്കാൾ അന്തസ്സുണ്ട്. ഒരു കല്യാണം കൂടാൻ വന്ന നമ്മളെ ഡാൻസ് കളിച്ച് സ്റ്റോറി കിട്ടു എന്ന കുറ്റത്തിന് പുലർച്ചെ 4 മണിക്ക് തീവ്രവാദികളെ പിടിക്കും പോലെ കല്യാണപ്പയ്യൻ അവൻ്റെ സുഹൃത്തുക്കളെ താമസിപ്പിക്കാനെടുത്ത റിസോർട്ട് വളഞ്ഞ് പിടിച്ചുകൊണ്ട് പോയിട്ട് ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ ഒരു കള്ളക്കേസ് തലയിൽ വെച്ച് തന്നിട്ട് ജയിലിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവതാളത്തിലായത് ഞങ്ങൾ ഒരുപാട് പേരുടെ ജീവിതമായിരുന്നടാ. ഞാൻ ആരാണെന്ന് പോലും അറിയാത്ത 2 പേർ, കല്യാണം കൂടാൻ വന്ന 5 പേരിലെ 2 സാധുക്കൾ, തൊലി കറുത്തതിനാൽ കണ്ടാൽ ഭീകരനെന്ന് തോന്നിപ്പിക്കുന്നതിനാൽ പണ്ടങ്ങോ ഒരു തല്ലുപിടിച്ചതിന് പെറ്റി കേസ് ഹിസ്റ്ററിയായി എടുത്ത് എന്നോടൊപ്പം പ്രതി ചേർക്കപ്പെട്ട 2 പേരിൽ ഒരുവൻ ടാൻസൺ. അവൻ്റെ കല്യാണമായിരുന്നില്ല 10ാം നാൾ. അവൻ്റെ പെണ്ണിൻ്റെ കണ്ണീരിനെ, ആ കല്യാണം മുടക്കിയതിനെ, PSC ക്ലാസ്സിന് പോയി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്ന അവൻ്റെ ഭാവി നശിപ്പിച്ചതിനെ നീ അനുഭവിക്കും. തൊട്ടാൽ ചോര പൊടിയുന്ന മുറിവും തലയിൽ പേറി വന്ന 6ാം നാൾ ഡോക്ടർ സർജറി നിശ്ചയിച്ചിരുന്ന എൻ്റെ പ്രണവിനെ അവൻ്റെ ആരോഗ്യസ്ഥിതി പോലും പരിഗണിക്കാതെ വേദന തിന്ന് നരകിക്കാൻ ജയിലിലേക്ക് അയച്ചതിനെ, ജയിലറയ്ക്കുള്ളിൽ അവൻ്റെ ചോര വീണതിനെ നീ അനുഭവിക്കും. ഉണ്ടാക്കിയ കേസുകളെല്ലാം തീർപ്പാക്കി നല്ല നടപ്പിന് നടക്കുന്ന പുതിയ സംരംഭം ആരംഭിച്ച് ജീവിതം മെച്ചപ്പെടുത്തി പ്രതിബന്ധങ്ങളെല്ലാം പ്രതിരോധിച്ച് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാമുകിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ തയ്യാറെടുത്തിരുന്ന എൻ്റെ ആദർശിനെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായ കേസുകൾ കാണിച്ച് ഭീകരനാക്കി ജയിലിൽ അടച്ചതിന് അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പെണ്ണിൻ്റെയും കണ്ണീരിനും മനപ്രയാസത്തിനും നീ അനുഭവിക്കും.
ഭൂതകാലത്തിൻ്റെ അഴുക്കുകളെല്ലാം കഴുകിക്കളഞ്ഞ് പുതിയൊരു ജീവിതം ആരംഭിച്ച് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി ജീവിക്കുന്ന എൻ്റെ അരുണിൻ്റെ അനുവിനെ, അവൻ്റെ ഭാര്യയുടെ കണ്ണീരിനെ, അവൾ നോമ്പുനേറ്റ് പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ആവണങ്ങാട്ട് വിഷ്ണുമായ സത്യമെങ്കിൽ നീ അനുഭവിക്കും. പോരാത്തതിനെ കേസിന് ഭംഗി കൂട്ടാൻ നമ്മളോടൊപ്പം ഇല്ലാതിരുന്ന ആ പാവം മണികണ്ഠനെ സംഭവ സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതി എന്ന് പറഞ്ഞ് പ്രതി ചേർത്ത് അയാളെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ അനുവദിക്കാതെ നെട്ടോട്ടം ഓടിച്ചതിനെ, നമ്മളെല്ലാം പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന വണ്ടികൾ നമ്മെ ഉപദ്രവിച്ച മതി തീരാതെ കേസിൽ ചേർത്ത് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഇടിച്ചു കയറ്റിയും ഗ്ലാസ് പൊട്ടിച്ചും നശിപ്പിക്കാൻ ശ്രമിച്ചതിനെ നീയും നിന്റെ ടീമും അനുഭവിക്കും. അരിയും തിന്ന് ആശാരിച്ചിയം കടിച്ച് പിന്നെയും നായ്ക്ക് മുറുമുറുപ്പ് എന്നതുപോലെ ഇപ്പോഴും ഒരു മനസാക്ഷിക്കുത്തോ കുറ്റബോധമോ ഇല്ലാതെ ഏതൊക്കെ വിധത്തിൽ ദ്രോഹിക്കാമോ ബുദ്ധിമുട്ടിക്കാമോ അത്തരത്തിലെല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെ ഞങ്ങൾ ഒരു കാലത്തും മറക്കില്ല. ഈ കേസും വാങ്ങി നീ ചെയ്തു തന്ന ഉപകാരങ്ങളെല്ലാം മനസ്സാൽ വരിച്ച് ക്ഷമിച്ച് ഞങ്ങളാരും വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ച് കിടന്നുറങ്ങില്ല. ഞങ്ങൾ ഇത്ര പേരുടെ ജീവിതം ഒരൊറ്റ രാത്രി പുലരുമ്പോഴേക്ക് കീഴ്മേൽ മറിച്ച നിന്നെ ഞങ്ങൾ ഒരു കാലത്തും വെറുതെ വിടുകയുമില്ല. ഞങ്ങൾ അനുഭവിച്ച ഈ നിയമവിരുദ്ധ അധികാര ദുർവിനിയോഗ പ്രതികാര നടപടി ഇനി ഒരാൾക്കും നേരിടേണ്ടി വരരുതേ. ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ മതി എന്നത് ഞങ്ങളിലൂടെയെങ്കിലും മാറ്റമുണ്ടാവണം. കാക്കി എന്നാൽ ഏത് നിരപരാധികളെയും കള്ളക്കേസിൽ കൊടുക്കാനുള്ള ലൈസൻസ് ആണെന്നും ബാധിക്കപ്പെട്ടവരിൽ നിന്നും തിരിച്ചടി നേരിടേണ്ടി വരാത്ത കവചകുണ്ടലമാണെന്നും ധരിക്കുന്ന നിന്നെ പോലുള്ള കാക്കിയിട്ട് ചെന്നായ്ക്കളെ നിയമപരമായും പോലീസ് ബുദ്ധിയിൽ നിയമത്തിന്റെ കണ്ണി പൊട്ടിച്ച് രക്ഷപ്പെടാൻ കായികപരമായും നേരിടാൻ ഞങ്ങൾ തയ്യാർ. പട്ടിണി കിടന്നാലും ഇനി ഇത്തരത്തിലുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ലെന്നും അന്തസ്സിനും ആത്മാഭിമാനത്തിനും ആയുസ്സിനും വെല്ലുവിളി ഉയരുന്ന സാഹചര്യത്തിലല്ലാതെ ആയുധമെടുക്കലെന്നും ശപഥം ചെയ്ത സ്വയം നവീകരിച്ച് എൻ്റെ മകന് വേണ്ടി നല്ല നടപ്പിന് ജീവിക്കാൻ തീരുമാനിച്ച എന്നെയാണ് നീ വീണ്ടും ജയിലിൽ കയറ്റിയത്. ഇത്രയും കാലം പലതവണ ചെയ്തതിനും ചെയ്യാത്തതിനും ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ കിടന്ന കിടത്തം എൻ്റെ ജീവിതത്തിൻ്റെ നാഴികക്കല്ലാണ്. നീയും നിന്റെ ഡിപ്പാർട്ട്മെന്റും ഭരണ പാർട്ടിയുടെ ഒത്താശയോടെ ഇനിയും എന്നെ ദ്രോഹിക്കുമെന്ന് എനിക്കറിയാം. കാപ്പയും കള്ളക്കേസുകളും ഇനിയും തേടി വരുമെന്നും അറിയാം. മൂവാറ്റുപുഴയിലും വിയ്യൂരിലും മാറി മാറി കിടക്കുമ്പോൾ പകുതി ഉറക്കത്തിലും പാതിരാത്രിയിലും ഞെട്ടി എഴുന്നേറ്റ് ഞാൻ എഴുതിയ എൻ്റെ നെഞ്ചിലെ വേദനയുടെ പകുതി മാത്രമാണിത്. ഞാൻ കാരണം പിടിച്ചിടപ്പെട്ട എൻ്റെ ആത്മസുഹൃത്തുക്കളുടെ വാഹനം വിട്ടുകിട്ടും വരെ നിശബ്ദനാവുക എന്ന നിർദ്ദേശത്താൽ മാത്രമാണ് ഈ കത്തെഴുത്ത് ഇത്രയും വൈകിയത്. ബാക്കി കാര്യങ്ങൾ നീ വഴിയേ അറിയും. യുദ്ധപ്രഖ്യാപനം നീ അടങ്ങിയ സിസ്റ്റത്തിനെതിരെയല്ല, ഈ സിസ്റ്റത്തിലെ കൈക്കൂലിയും കൂട്ടിക്കൊടുപ്പും കൊട്ടേഷൻ നടത്തി ചിരിച്ചുകൊണ്ട് നിരപരാധികളുടെ ജീവിതം നശിപ്പിക്കുന്ന പുഴുക്കുത്തുക്കളായ നിന്നെപ്പോലുള്ള ക്രിമിനലുകൾക്കെതിരെയാണ്. കള്ളക്കേസിനെ പേമാരി പെയ്താലും ജയിലിൽ കയറിയിറങ്ങി തൂക്കം കുറഞ്ഞാലും എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ജീവിതം താറുമാറാക്കിയ നിന്നോടെ ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. നീ സമാധാനത്തോടെ പെൻഷൻ വാങ്ങി ശിഷ്ടജീവിതം നയിക്കില്ല. ഞാൻ ചത്താലും നിന്നെ അതിന് അനുവദിക്കില്ല. മരിക്കാത്ത സ്മരണയോടെ A1 ക്രൈം നമ്പർ 665/2026. ഇതൊരു വല്ലാത്ത മുന്നറിയിപ്പായി പോയി. അർജുൻ ആയെങ്കിൽ പദം പറഞ്ഞ് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തി വിധിക്ക് വിട്ടുകൊണ്ട് ശപിച്ചതല്ല, നേരിടും എന്ന് പ്രഖ്യാപിച്ചതാണ്. ഇവിടെ അർജുൻ ആയെങ്കിൽ നിരപരാധിയാണെങ്കിൽ ഈ കേസ് ബോധപൂർവം ചിലരുടെ അജണ്ടയുടെ ഭാഗമായി ചേർത്തതാണെങ്കിൽ അന്വേഷണം നടത്തുക തന്നെ വേണം. ഏത് കൊട്ടേഷൻ സംഘത്തലവനെയും ക്രിമിനലിനെയും ശിക്ഷിക്കേണ്ടത് അവർ ചെയ്ത കുറ്റത്തിനാണ്, ചെയ്യാത്ത കുറ്റത്തിനല്ല. ചെയ്യാത്ത കുറ്റത്തിനാണ് അവരെ പിടിച്ച് ജയിലിൽ അടച്ചതെങ്കിൽ അത് ഗൗരവമുള്ള കുറ്റകൃത്യമാണ്. അതിന് പക്ഷേ സ്ഥലം SHOയെ ഭീഷണിപ്പെടുത്തിയിട്ടോ അയാളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടോ കാര്യമുണ്ടോ എന്ന് അർജുനും ചിന്തിക്കണം. അയാളെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചവർ അതിന് മുകളിൽ സുഖമായിരിക്കുമ്പോൾ മുകളിൽ നിന്നുള്ളവർ പറയുന്നത് മാത്രം ചെയ്യേണ്ടി വരുന്ന പോലീസ് ഓഫീസർമാരുടെ നെഞ്ചത്ത് കയറിയിട്ട് എന്താണ് കാര്യം? ഈ പോലീസ് സിസ്റ്റം ഇങ്ങനെയാണ്. അർജുൻ ആയെങ്കിൽ ദൈവത്തെ പോലെ കരുതുന്ന പിണറായിയുടെ കാലത്തെ 100-ലധികം കള്ളക്കേസുകൾ എൻ്റെ മേൽ ചുമത്തപ്പെട്ടത് ഒരു കുറ്റകൃത്യവും ചെയ്യാതാണ്. പിണറായി ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തിയതിനാണ്. എത്രയോ തവണ ഒളിവിൽ പോവേണ്ടി വന്നു. എത്രയോ തവണ ജയിലിൻ്റെ പടിവാതിൽക്കൽ വരെ പോയി നിയമവും ദൈവവും രക്ഷിച്ചു പുറത്തു കൊണ്ടുവന്നു. ക്രിമിനൽ പോലീസിനെ ഊട്ടിയുറപ്പിച്ചതും വളർത്തിയതും അർജുൻ ആയെങ്കിയെ പോലുള്ളവർ പിന്തുണയ്ക്കുന്ന പിണറായി തന്നെയാണ്. ആ സിസ്റ്റത്തിനെതിരെ ശബ്ദമുയർത്തുന്നതിന് പകരം ആ സിസ്റ്റത്തിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിലുള്ള ഒരു പോലീസ് ഓഫീസറുടെ കൊലവിളി നടത്തിയിട്ട് എന്തു ഗുണം എന്ന് അർജുൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അർജുൻ്റെ ഭീഷണിയെ നിസ്സാരമായി കരുതരുത് കേരള പോലീസും കേരള സർക്കാരും. സർവീസിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് അർജുൻ പറഞ്ഞത് ശരിയാണെങ്കിൽ പോലും ഇല്ലാതാക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അയാൾക്ക് വേണ്ട സംരക്ഷണവും സുരക്ഷയും ഉറപ്പു നൽകേണ്ട ബാധ്യത പോലീസും സർക്കാരും ഏറ്റെടുക്കണം.